ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതിയുടെ വിശാല ഭരണഘടനാ ബെഞ്ചിൽ നടപടികൾ ആരംഭിച്ച വാർത്തയിലേക്ക് തിരികെ എത്തുകയാണ്. ദേവസ്വം ബോർഡിന്റെ വാദം ആരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിഷ്ണു തെലൂർ കൂടി ചേരുന്നു. വിഷ്ണു, ദേവസ്വം ബോർഡിന് എന്ത് വാദമാണ് ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സിന്ധൂരി, എന്തായാലും ഇന്ന് അല്പം മുന്നെയാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൽ ശബരിമല പുനഃപരിശോധനാ ഹർജികളുമായി ബന്ധപ്പെട്ട വാദം പുനരാരംഭിച്ചത്. എന്തായാലും ഇന്ന് ദേവസ്വം ബോർഡിന്റെ വാദമാണ് സുപ്രീം കോടതിയിൽ നടക്കുന്നത്. ദേവസ്വം ബോർഡിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ് ഇപ്പോൾ ഹാജരായി വാദമുഖങ്ങൾ നിരത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡ് കൃത്യമായി തന്നെ പറയുന്നത് ഓരോ വിഭാഗത്തിന്റെയും ആചാരങ്ങൾക്ക് ആ വിഭാഗങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്നാണ്. അതായത് ജാതി, വർഗം, വംശം, ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിലക്ക് അംഗീകരിക്കുന്നില്ല എന്നൊരു വാദം കൂടി എന്തായാലും സുപ്രീം കോടതിയിൽ ഇന്ന് മനു അഭിഷേക് സിംഗ്വി ദേവസ്വം ബോർഡിന് വേണ്ടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മനു അഭിഷേക് സിംഗ്വി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിലെ പ്രതിഷ്ഠ നൈഷ്ഠിക ബ്രഹ്മചാരി എന്നാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രതിഷ്ഠയുടെ സ്വഭാവം നിലനിർത്താനാണ് പ്രത്യേക പ്രായത്തിലുള്ള സ്ത്രീകളെ അകറ്റി നിർത്തുന്നത്. അതിനപ്പുറത്തേക്ക് സ്ത്രീ പ്രവേശന വിലക്ക് ശബരിമലയിൽ നിലനിൽക്കുന്നില്ല. പ്രതിഷ്ഠയുടെ സ്വഭാവം വേണ്ടി പ്രത്യേക പ്രായത്തിലുള്ള സ്ത്രീകളെ മാത്രമാണ് മാറ്റി നിർത്തുന്നത്. ഇത് ഭരണഘടനാപരമായിട്ടുള്ള വിവേചനമായി കാണാൻ കഴിയില്ല എന്നതാണ് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ എന്തായാലും ഒരു വാദമുഖം നിർത്തിയിരിക്കുന്നത്. ആചാരപരമായ പ്രാധാന്യം നൽകേണ്ടത് ക്ഷേത്രങ്ങളിലെ നിയമങ്ങൾക്കും ദൈവസങ്കല്പത്തിനുമാണ് എന്നത് തന്നെയാണ് എന്തായാലും മനു അഭിഷേക് സിംഗ്വി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വാദമുഖം നിൽക്കുമ്പോൾ ജസ്റ്റിസ് നാഗരത്ന ചൂണ്ടിക്കാട്ടിയ ചില പരാമർശങ്ങളുണ്ട്. അതായത് സമൂഹത്തിൽ നിലനിൽക്കുന്ന വിശ്വാസങ്ങളെ കോടതികളും മാനിക്കേണ്ടതുണ്ട് എന്നതാണ് ജസ്റ്റിസ് നാഗരത്ന പറയുന്നത്. എല്ലാ സമൂഹങ്ങൾക്കും അവരുടെ പ്രമാണങ്ങൾ പിന്തുടരാൻ ഇതിൽ അനിവാര്യമായതും അല്ലാത്തതുമുണ്ട്. ഉപയോഗിക്കുന്ന ചില പദങ്ങളടക്കം ഇതിൽ ഉൾപ്പെടുമെന്നും ആ ഒരു സാഹചര്യത്തിൽ എന്താണ് അനിവാര്യം എന്നൊരു ചോദ്യം കൂടി എന്തായാലും ജസ്റ്റിസ് നാഗരത്ന ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. സിന്ധൂരി.